ഇന്ന് വളരെ നല്ല കുറച്ച് ടിപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ ടിപ്പ് നമ്മൾ മീൻ വറുക്കുമ്പോൾ എണ്ണ ചൂടായി വന്നിട്ട് അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, എന്നിട്ട് നമ്മൾ മീൻ വെച്ച് കൊടുത്ത് വറുക്കുകയാണെങ്കിൽ ആ മീനിൻ്റെ സ്മെല്ല് നമ്മുടെ ആ റൂമിൽ അധികം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ മീൻ വറുക്കുന്നതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിരിക്കും. പക്ഷേ കറിവേപ്പില വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ കുറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് അടുക്കി പിടിക്കാതിരിക്കാനും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ്. ഈ സാധനം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ പുതിയ ബാഗും ഷൂസും ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇത് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരു യൂസും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മളത് എടുത്തെറിയാണ് ചെയ്യുന്നത്. ഇനി മുതൽ അങ്ങനെ ചെയ്യരുത്, എടുത്ത് സൂക്ഷിച്ച് വെക്കണം. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. ഈ പാക്കറ്റിനുള്ളിൽ സിൽക്ക ജെല്ലാണുള്ളത്. അങ്ങനെ ഈ പാക്കറ്റ് കിട്ടുമ്പോൾ നമ്മുടെ ബാഗിനകത്ത് നമ്മൾ എടുക്കാതെ വെക്കുന്ന ബാഗുകൾ, ഷൂസൊക്കെ ഉണ്ടാവും, പെട്ടി ഉണ്ടാവും, നമ്മൾ ഡ്രസ്സും ഒക്കെ വെച്ചിരിക്കുന്ന പെട്ടികളുണ്ടാവും. അതിനകത്തൊക്കെ ഇത് ഓരോ പാക്കറ്റ് ഇട്ട് വെക്കാവുന്നതാണ്. അതുപോലെ കബോർഡിനകത്ത് വെക്കാം. അതുപോലെ നമ്മുടെ ഡോക്യുമെൻ്റൊക്കെ വെച്ചേക്കുന്ന പെട്ടികളോ കബോർഡോ ഒക്കെ ഉണ്ടാവും. അതിനകത്തും ഇത് ഒന്ന് ഇട്ട് വെച്ചേക്കാം. കാരണം ഇത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത് മോയ്സ്ചറൊക്കെ അബ്സോർവ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് വെക്കും. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും നശിക്കാതെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കും. അതുപോലെ നമ്മുടെ ബാഗ്, എസ്പെഷ്യലി ലെതർ ബാഗൊക്കെ ഒരു അഴുക്കും കൂടാതെ ഒട്ടും നശിക്കാതെ വളരെ കാലം ലോങ് ലൈഫായിട്ട് നിൽക്കും. ഇത് മോയ്സ്ചറൊക്കെ അബ്സോർവ് ചെയ്തിട്ട് ആ സ്ഥലങ്ങൾ, നമ്മളിത് എവിടെയാണോ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, അതെല്ലാം ഡ്രൈ ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും മഴയൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കബോർഡിലൊക്കെ തുറക്കുമ്പോൾ നല്ല ഈർപ്പമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ ഓരോ പാക്കറ്റ് എടുത്ത് വെച്ചാൽ നല്ല ഇതായിരിക്കും, വളരെ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഈ സാധനം നമ്മൾ ഇതുപോലെ കീപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവർ ഇതറിയാതെ ഫുഡൊക്കെ ആണെന്ന് വിചാരിച്ച് എടുത്ത് വിഴുങ്ങുകയൊക്കെ ചെയ്യും, ചോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും പിള്ളേർ എടുക്കാത്ത സ്ഥലത്ത് എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് സ്ക്രബ്ബർ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു പോക്കറ്റ് പോലെ പിച്ചാത്തി കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോക്കറ്റ് പോലെ ഉണ്ടാക്കി അതിനുള്ളിലേക്ക് ഒരു സ്പൂണ് ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നു. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എവിടെ വേണേലും വെക്കാവുന്നതാണ്. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ലൊക്കെ അബ്സോർവ് ചെയ്യും. എന്നിട്ട് നല്ല സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ഫ്രിഡ്ജിലെ കൂടുതലുള്ള ഈർപ്പമൊക്കെ വലിച്ചെടുക്കുകയൊക്കെ ചെയ്യും. അടുത്ത ടിപ്പ്, നമ്മൾ പിച്ചാത്തിയുടെ അറ്റത്ത് നമ്മൾ സവാളയൊക്കെ കുത്തിയിട്ട് അത് ചൂടാക്കാറുണ്ട്. അങ്ങനെ ചൂടാക്കുമ്പോൾ പിച്ചാത്തിയിലൊക്കെ ഓരോ പാടുകൾ വീഴും. അല്ലെങ്കിൽ തന്നെ നമ്മൾ വെജിറ്റബിൾ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ആ വെജിറ്റബിളിൻ്റെ ഒക്കെ ഓരോ സ്റ്റെയിനൊക്കെ നമ്മുടെ പിച്ചാത്തിയിലാകും. അതൊക്കെ മാറാനായിട്ടുള്ള എളുപ്പം ഒരു മാർഗ്ഗമാണ്, വളരെ നല്ല ക്ലീനിങ് മാർഗ്ഗമാണ്. ഇവിടെ പിച്ചാത്തി എടുത്തിട്ടുണ്ട്, അതിൽ ചെറുതായിട്ട് സ്റ്റെയിൻ ഉള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ശകലം എടുത്തിട്ട് നമ്മുടെ പിച്ചാത്തിയിൽ ഒന്ന് തൂത്ത് പറ്റി കൊടുക്കുന്നു. രണ്ട് സൈഡും ഒന്ന് തൂത്ത് പറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ശകലം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ചെറിയൊരു പീസ് നാരങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊന്ന് റബ്ബ് ചെയ്യണം. ഒരു 2 മിനിറ്റ് റബ്ബ് ചെയ്താൽ മതി. നാരങ്ങ കൊണ്ട് 2 മിനിറ്റ് റബ്ബ് ചെയ്താൽ മതി. നമ്മുടെ പിച്ചാത്തിയിലെ അഴുക്കൊക്കെ സ്റ്റെയിനും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യും. ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. തെന്നിപ്പോയി കൈ മുറിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് കെയർഫുള്ളായിരിക്കണം.
ഇപ്പം ഞാൻ നാരങ്ങ കൊണ്ട് ഒന്ന് 2 മിനിറ്റ് റബ്ബ് ചെയ്തിട്ട് ഞാനിത് കഴുകിയിട്ടും കാണിക്കുന്നുണ്ട്. അതിലെ സ്റ്റെയിൻ എല്ലാം പോയി കിട്ടി. ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. നമ്മുടെ ഏത് ടൈപ്പിലുള്ള പിച്ചാത്തിയിലെ കറകളൊക്കെ മാറ്റാനും ഭയങ്കര എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ്. അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള, ഇപ്പോഴത്തെ മഴക്കാലത്ത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ ഞാൻ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആൽക്കഹോള്, നമ്മൾ സാനിറ്റൈസർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ കുപ്പിയുടെ ഒരു ഹാഫ് പോർഷൻ സാനിറ്റൈസർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 10-15 ക്ലോവ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ക്യാപ്പ് കൊണ്ട് അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 4 ദിവസം നമ്മൾ ഇത് മാറ്റി വെക്കണം. എന്നിട്ട് ഡെയിലി 2 പ്രാവശ്യം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 പ്രാവശ്യം ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴേ സാനിറ്റൈസറിൽ ക്ലോവ് ഇട്ട് അങ്ങനെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് 4ാമത്തെ ദിവസം നമ്മളിതൊന്ന് അഴിച്ച് മാറ്റണം. ആ ക്ലോവ് ഒന്ന് അടിച്ച് മാറ്റണം. അങ്ങനെ അഴിച്ച് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് ബേബി ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നാച്ചുറൽ മോസ്കിറ്റോ റിപ്പലൻ്റ് ആണ്. ഇത് നമ്മുടെ കയ്യിലും കാലിലൊക്കെ എക്സ്പോഷർ ആയിട്ടുള്ള പാർട്ടിൽ നമ്മൾ ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൊതുകിനെ അകറ്റി നിർത്താം. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. അതുപോലെ കൊതുകിനെ ഓടിക്കാനുള്ള വേറൊരു മാർഗ്ഗമാണ് ഇതുപോലെ ചെറുനാരങ്ങ എടുത്തിട്ട് അതിലേക്ക് ഗ്രാമ്പു കുത്തി കൊടുക്കണം. എന്നിട്ട് കൊതുക് വരാനുള്ള സാധ്യതയുള്ള പ്ലേസിലൊക്കെ നമുക്ക് ഇതുപോലെ കൊണ്ടുവച്ചാൽ കൊതുകിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എസ്പെഷ്യലി ഈ സന്ധ്യാസമയമാകുമ്പോൾ മഴക്കാലത്ത് പോലും വേണ്ട, കൊതുകിൻ്റെ ശല്യമായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കൊതുകിനെയൊക്കെ അകറ്റി നിർത്താം. ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായപ്പെടുത്താൻ മറക്കരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.